പെൺകുട്ടികളുള്ള പല രക്ഷിതാക്കൾക്കും വല്ലാത്തൊരു ബേജാറാണ്. അവരെങ്ങനെ കെട്ടിച്ചയക്കും? മനസ്സിൽ നിറയെ ഈ ചിന്തയാണ്. പെൺകുട്ടിക്ക് വിവാഹപ്രായമായാൽ പിന്നെ ഊണും ഉറക്കവും ശരിയാകുന്നില്ല. നല്ല ഒരുത്തന് കെട്ടിച്ചു കൊടുക്കണം. അവരുടെ കല്യാണം കഴിയുന്നതുവരെ സ്വസ്ഥതയില്ല. 3ഉം 4ഉമൊക്കെ പെൺകുട്ടികളുള്ളവരുടെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. എന്നാൽ ആൺമക്കളുടെ കാര്യത്തിലാണെങ്കിലോ അത്തരമൊരു ബേജാറ് രക്ഷിതാക്കളെ ഒരിക്കലും അലട്ടുന്നില്ല. ആൺമക്കളുടെ വിവാഹകാര്യത്തിലും രക്ഷിതാക്കൾ ശ്രദ്ധ പുലർത്തണം. ആൺമക്കളും മനുഷ്യരാണ്. അവർക്കും മോഹങ്ങളും സ്വപ്നങ്ങളും വിചാരങ്ങളും ഉണ്ട്. വിവാഹത്തിനുള്ള അവസരം അവരും കാത്തു കഴിയുകയാണ്. വിവാഹപ്രായമായ ആൺകുട്ടികൾ പലരും നേരിടുന്നൊരു പ്രശ്നമാണ്. അവരെ കാണുമ്പോൾ പലരും ചോദിക്കും, എന്താ നീ വിവാഹം കഴിക്കാത്തത്? നിന്റെ കൂടെയുള്ളവരൊക്കെ വിവാഹം കഴിച്ചു, ഇനി നീ മൂക്കിൽ പല്ല് മുളച്ചിട്ടാ വിവാഹം കഴിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള പരിഹാസങ്ങൾ കേട്ട് മാനസിക പ്രയാസം അവരും അനുഭവിക്കുന്നുണ്ടെന്ന് മാതാപിതാക്കൾ ഓർക്കണം. 30ഉം 35ഉം ഒക്കെ വയസ്സ് വരെ പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും തളച്ചിട്ട് അവരെ പൊറുതിമുട്ടിക്കരുത്. ആൺകുട്ടികളുടെ വിവാഹകാര്യത്തിൽ ഒരുതരം അവഗണന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കാര്യം കട്ടപ്പുകയാണ്. എല്ലാവരിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ല, ചിലരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. വീട്ടിലുള്ള പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആൺകുട്ടികൾക്ക് വിവാഹം സ്വപ്നം കാണാൻ പോലും അവകാശമുള്ളൂ. അവരുടെ വയസ്സും വളർച്ചയും ഒന്നും ഒരു പ്രശ്നമല്ല. വളർന്നു വരുന്ന പെൺകുട്ടിക്ക് വേണ്ടി വിവാഹപ്രായമായിട്ടും കാത്തിരിക്കേണ്ട ഒരു ഗതികേട് ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്നു. 7ലോ 8ലോ ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾ മാറി നിൽക്കേണ്ട അവസ്ഥയാണ് പലർക്കുമുള്ളത്. ആൺകുട്ടികളുടെ വിവാഹം ആദ്യം കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹകാര്യത്തിൽ ആൺകുട്ടികൾക്ക് ശ്രദ്ധ കുറയും എന്നൊക്കെയുള്ള ഒരു തരം ചിന്തയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സഹോദരിയുടെ വിവാഹം എന്നാണോ കഴിയുന്നത് അതുവരെ തൻ്റെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തുക എന്നത് വല്ലാതെ ദയനീയമായ അവസ്ഥയാണ്. വിവാഹപ്രായമായാൽ ആണായാലും പെണ്ണായാലും അവരെ വിവാഹം കഴിപ്പിക്കണം. വല്ലാത്തൊരു ലോകമാണ് പുതിയ ലോകം. അരാജകത്വവും അരുതായ്മയുമാണ് എവിടെയും നാം കാണുന്നത്. നമ്മുടെ മക്കൾ വഴിതെറ്റാൻ സാധ്യതകളേറെയാണ്. പലരും വലവിരിച്ച് കാത്തിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് നന്മ പറഞ്ഞുകൊടുത്ത് നന്മയിലൂടെ ജീവിക്കാൻ മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കുറ്റകൃത്യങ്ങളും വ്യഭിചാരങ്ങളുമൊക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വിവാഹപ്രായമായാൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. പരിശുദ്ധ ഇസ്ലാമിൽ വിവാഹത്തിന് പ്രത്യേകമായി ഒരു പ്രായം നിശ്ചയിച്ചിട്ടില്ല. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അനുസരിച്ചാണ് അത് നിശ്ചയിക്കേണ്ടത്. എപ്പോഴും നമുക്ക് അധ്വാനിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. നേരത്തെ വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അധ്വാനിക്കാൻ കഴിയാത്തൊരു സമയമെത്തുമ്പോഴേക്കും നമ്മുടെ മക്കൾ വളർന്ന് വലുതായി നമ്മെ നോക്കണം. അത് നമുക്ക് കൺകുളിർക്ക് കാണണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്തവരുണ്ടോ? മക്കൾക്ക് വിവാഹപ്രായമെത്തിയാൽ അവരെ വിവാഹം ചെയ്തു കൊടുക്കുക, അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. മക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും ഒക്കെ കരസ്ഥമാക്കാൻ നാഥൻ തൗഫീക്ക് നൽകട്ടെ.